നമോ ഭഗവതേ വാസുദേവായ. വിഷ്ണു സഹസ്രനാമം അവസാന ഭാഗം. ശ്ലോകം 61. സുധന്വാഖണ്ഡപരശുർ ദാരുണോ ദ്രവിണപ്രദ ദിവക്സ്പൃക് സർവദൃക് വ്യാസോ വാചസ്പതിരയോ നിജ. സാരംഗം എന്ന വില്ലോട് കൂടിയവനും പരശു എന്ന വെൺമഴു ആയുധമാക്കിയവനും ദുഷ്ടന്മാരോട് ദയാദാക്ഷിണ്യമില്ലാത്തവനും ഭക്തന്മാരോട് ആർദ്രചിത്തനായി സർവ ഐശ്വര്യങ്ങളും ലോഭമില്ലാതെ നൽകുന്നവനും വിശ്വരൂപിയും അയോനിജനും സർവകലാവല്ലഭനുമായ വിഷ്ണുവിനായി നമസ്കാരം. ശ്ലോകം 62. ത്രിസാമാസാമഗസാമ നിർവാണം ഭേഷജംഭിഷക് സന്യാസകൃച്ഛമശാന്തോ നിഷ്ഠാശാന്തിപരായണ. സാമവേദികളാൽ സ്തുതിക്കപ്പെടുന്നവനും സാമഗാനപ്രിയനും സാമവേദ സ്വരൂപനും സാക്ഷാൽ ധന്വന്തരീമൂർത്തിയും സിദ്ധ ഔഷധരൂപിയും സന്യാസാശ്രമികൾക്ക് സകല യോഗ്യതയും കൊടുക്കുന്നവനും പരമശാന്തനും നിഷ്ക്രിയനും നിഷ്ഠമായ ആവാസസ്ഥാനമായവനും ഭക്തപരായണനും പരമമായ മുക്തിയെ കൊടുക്കുന്നവനുമായ മഹാവിഷ്ണുവിന് നമസ്കാരം. ശ്ലോകം 63. ശുഭാംഗശാന്തിദസ്രഷ്ട കുമുദക്കുവലേശയ ഗോഹിതോ ഗോപതിർഗോപ്ത വൃഷഭാക്ഷോ വൃഷപ്രിയ. മംഗളസ്വരൂപനും പരമശാന്തിയെ പ്രദാനം ചെയ്യുന്നവനും സകല സൃഷ്ടിയുടെയും കാരണഭൂതനും ഭൂമിദേവിയോടുകൂടി രമിക്കുന്നവനും ജലശായിയും തൻ്റെ ദിവ്യമഹിമയെ മായ കൊണ്ട് മറയ്ക്കുന്നവനും തൻ്റെ കരുണാമൃത വർഷത്താൽ ഭക്താഭീഷ്ട പൂർത്തി വരുത്തുന്നവനും ധർമ്മനിഷ്ഠയുള്ളവർക്ക് പ്രിയപ്പെട്ടവനുമായ വിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം. ശ്ലോകം 64. അനിവർത്തി നിവൃത്താത്മ സംക്ഷേപ്ത ക്ഷേമകൃച്ഛിവ ശ്രീവത്സവക്ഷ ശ്രീവാസ ശ്രീപതി ശ്രീമദാംബര. പിന്തിരിഞ്ഞു പോകാത്തവനും എന്നാൽ വിഷയാനുഭൂതിയിൽ നിന്ന് പിന്തിരിയുന്നവനും തന്നിൽ തന്നെ പൂർണ്ണമായും നിമഗ്നനാകുന്നവനും ഭക്തനെ രക്ഷിച്ച് നേർവഴിക്ക് നയിക്കുന്നവനും ത്രിമൂർത്തിഭേദഭാവം അംഗീകരിക്കാത്തവനും ശ്രീവത്സമെന്ന മറുകോടുകൂടിയവനും ശ്രീഭഗവതിയുടെ വാസസ്ഥാനമായവനും മഹാലക്ഷ്മീപതിയും ശ്രീമാന്മാരിൽ വെച്ച് സർവശ്രേഷ്ഠനുമായ മഹാവിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം. ശ്ലോകം 65. ശ്രീധ ശ്രീശ ശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവന ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമാൻ ലോകത്രയാശ്രയ. ഭക്തന്മാർക്ക് ഐശ്വര്യപ്രദായകനും പരിശുദ്ധമായ ഹൃദയം വാസസ്ഥലമാക്കിയവനും സകല മഹിമകളുടെയും വിളനിലമായവനും ശ്രീയെ വിതരണം ചെയ്യുന്നവനും പരിപൂർണനും ധ്യാനിക്കുന്നവർക്ക് ആനന്ദമൂർത്തിയും കേവലമുക്തിയെ പ്രദാനം ചെയ്യുന്നവനും സകല മഹിമാവും ത്രിലോകത്തിന് ആശ്രയമായവനുമായ വിഷ്ണുവിനായി നമസ്കാരം. ശ്ലോകം 66. സ്വക്ഷസ്വംഗശദാനന്ദോ നന്ദർജ്യോതിർഗണേശ്വര വിജിതാത്മാ വിധേയാത്മാ സത്കീർത്തി ചിന്ന സംശയ. ജ്ഞാനപ്രകാശമായ അക്ഷികളോടുകൂടിയവനും തൻ്റെ സുന്ദരരൂപം കൊണ്ട് ഭക്തജനങ്ങളെ ആകർഷിച്ച് അവരിൽ ഉണ്ടാകുന്ന ആനന്ദം കണ്ട് ആനന്ദിക്കുന്നവനും സച്ചിദാനന്ദ സ്വരൂപനും സകല തേജോഗോളങ്ങളുടെയും പ്രഭുവായവനും ജിതേന്ദ്രിയനും ആത്മസ്വരൂപനും മറ്റുള്ളവരെ വിധേയനാക്കുന്നവനും സത്കീർത്തിമാനും സർവ ഉപാധിരഹിതനും നിസ്സംശയനുമായ വിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം. ശ്ലോകം 67. ഉദീർണ സർവദ ചക്ഷുർ അനീശ ശശ്വതസ്ഥിര ഭൂഷയോ ഭൂഷണോ ബോധർ വിശോകശോകനാശന. പരമാർത്ഥ സത്യസ്വരൂപനും
അന്തര്യാമിയായി ദൃക്കും ദൃശ്യവുമായി വർത്തിക്കുന്നവനും പരമപ്രഭുവും ശാശ്വതവും സ്ഥിരവുമായ ആത്മചൈതന്യ സ്വരൂപനും ഭൂമിക്ക് പോലും ലയനാശ്രയമായിരിക്കുന്നവനും ഭൂമിക്ക് ഭൂഷണമായിരിക്കുന്നവനും സത്താമാത്രനും വികാര വിചാരാതീതനും എന്നാൽ മറ്റുള്ളവരുടെ വികാര വിവശതകൾ എന്തെന്നറിഞ്ഞ് ഇല്ലായ്മ ചെയ്യുന്നവനുമായ മഹാവിഷ്ണുവിന് നമസ്കാരം. ശ്ലോകം 68. അർച്ചിഷ്മാനർച്ചിത കുംഭോ വിശുദ്ധാത്മാ വിശോധന അനിരുദ്ധോ അപ്രതിരഥ പ്രദ്യുമ്നോ അമിത വിക്രമ. ഉജ്ജ്വല പ്രകാശവാനും സകല ദേവന്മാരാലും ആരാധിക്കപ്പെടുന്നവനും സകല ജഗത്തിനെയും തന്നിലേക്ക് സന്നിവേശിപ്പിച്ച് സംരക്ഷിക്കുന്നവനും സകല വികാരകാമനകളുടെ നാശകാരണമായ വിശുദ്ധാത്മാവും അന്ധക്കരണത്തെ വരെ ശുദ്ധമാക്കുന്നവനും തൻ്റെ ചതുർവ്യൂഹങ്ങളിലൊന്നായ അനിരുദ്ധനും ശത്രുക്കളാൽ ജയിക്കപ്പെടാൻ കഴിയാത്തവനും തൻ്റെ പരമപ്രേമത്താൽ ശത്രുരഹിതനും ഭഗവാന്റെ ചതുർവ്യൂഹത്തിലെ 3-ാം സ്ഥാനത്തുള്ള പ്രദ്യുമ്നനും സകല സമ്പൽ സമൃദ്ധനും അമിത വിക്രമിയുമായ വാമനമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം. ശ്ലോകം 69. കാലനേമിനികാവീര ശൗരിശൂരജനേശ്വര ത്രിലോകാത്മാ ത്രിലോകേശ കേശവ കേശിഹാ ഹരി. കാലനേമി എന്ന അസുരനെ നിഗ്രഹിച്ചവനും കാലസ്വരൂപനായവനും സദാ വിജയിയായവനും ജഗന്നാഥത്തിലെ സേനവംശത്തിൽ ജനിച്ചവനും വീരശൂരന്മാരിൽ വീരനും ശൗര്യവുമായി വിരാജിക്കുന്നവനും ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകളിൽ ആത്മബോധമായി വർത്തിക്കുന്നവനും ജീവസ്പന്ദനമായിരിക്കുന്നവനും ത്രിമൂർത്തി സ്ഥാനത്തു നിന്ന് കേശവൻ എന്ന നാമത്തിൽ ശോഭിക്കുന്നവനുമായ ശ്രീഹരിക്കായി നമസ്കാരം. ശ്ലോകം 70. കാമദേവ കാമപാല കാമീകാന്തകൃതാഗമ അനിർദ്ദേശവപുർവിഷ്ണുർ വീരോ അനന്തോ ധനഞ്ജയ. ചതുർവ്യൂഹത്തിൽ കാമദേവന്റെ ജന്മമായ പ്രദ്യുമ്നനും ഭക്തന്മാരുടെ കാമനകളെ നടത്തിക്കൊടുക്കുന്നവനും തൻ്റെ മോഹങ്ങളെ പൂർണ്ണമായും സഫലമാക്കുന്നവനും ജഗൽ സൃഷ്ടിക്കുള്ള ഇച്ഛാശക്തിയുടെ കാരണഭൂതനും മോഹനരൂപനും ശ്രുതി സ്മൃതികാരകനും കൃതയുഗനാഥനും ത്രിഗുണാതീതനും വിരാട് സ്വരൂപിയും ഉണ്മയായവനും അന്തമില്ലാത്തവനും ദിഗ്വിജയിയായ ധനഞ്ജയനും അഥവാ നരനാരായണന്മാരായി അറിയപ്പെടുന്നവനുമായ വിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം. ശ്ലോകം 71. ബ്രഹ്മണ്യോ ബ്രഹ്മകൃത് ബ്രഹ്മ 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 വിവർധന ബ്രഹ്മവിദ് ബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയ. ബ്രഹ്മാംശമായ ജീവാത്മാവിൻ്റെ സുഹൃത്തും ബ്രഹ്മത്തിൽ വർത്തിക്കുന്നവനും സമസ്ത ക്രിയാശക്തിയായി സൃഷ്ടികർമ്മം നടത്തുന്നവനും തൻ്റെ ഉത്തമഭക്തന്മാർക്ക് സത്യജ്ഞാനാനന്ദപ്രദായകനും വേദത്തെ അറിയുന്നവനും ബ്രഹ്മജ്ഞാനികളായ മഹാത്മാക്കളിലൂടെ ഭക്തപരായണനായി തീരുന്നവനും ബ്രഹ്മത്തോടു കൂടിയവനും ബ്രഹ്മഭാവത്തിൽ സദാ വർത്തിക്കുന്നവനും ദിവ്യാനുഭവമുള്ള ബ്രഹ്മജ്ഞാനികളായവരോട് പ്രിയമുള്ളവനുമായ മഹാവിഷ്ണുവിനായി നമസ്കാരം. ശ്ലോകം 72. മഹാക്രമോ മഹാകർമ്മ മഹാതേജ മഘോരഗ മഹാക്രതുർമഹായജ്വ മഹായജ്ഞോ മഹാകവി. വിശേഷ ചിഹ്നങ്ങളോടുകൂടിയ നീണ്ട കാലടികളോടുകൂടിയവനും സൃഷ്ടിസ്ഥിതി സംഹാരാദികളായ മഹാകർമ്മങ്ങളോടുകൂടിയവനും സൂര്യചന്ദ്ര താരകാദികൾക്ക് പോലും തേജസ്സിനെ പകർന്നു കൊടുക്കുന്നവനും നാഗവർഗത്തിലെ സാക്ഷാൽ അനന്തനായവനും മഹായജ്ഞകർത്താവും യജ്ഞഭോക്താവുമായവനും യജ്ഞഫലദാതാവും
യജ്ഞത്തിൽ സർവശ്രേഷ്ഠമായ ജപയജ്ഞത്തിൽ സന്തുഷ്ടനായി മാർഗവും ലക്ഷ്യവും കാണിച്ചു തരുന്നവനും യജ്ഞഹവിസ്സുമായ മഹാവിഷ്ണുവിനായി നമസ്കാരം. ശ്ലോകം 73. സ്തവ്യസ്തവ പ്രിയ സ്തോത്രം സ്തുതിസ്തോതാരണപ്രിയ പൂർണ്ണപൂരയിതാ പുണ്യ പുണ്യകീർത്തിരനാമയ. എല്ലാ സ്തുതിക്കും പാത്രമായവനും ഭഗവത് സായുജ്യാനുഭവം ഭക്തന് നൽകുന്നവനും നാമവും നാമിയും ഒന്നായിത്തീരുന്നവനും ഭഗവാനെ പ്രകീർത്തിക്കുവാനുള്ള അനുഗ്രഹമായി ഭക്തിയെ തരുന്നവനും ഭക്തപ്രിയനും ദുഷ്ടനിഗ്രഹനും ശിഷ്ടപരിപാലനം ചെയ്യുന്നതിനായി സദാ ശംഖചക്ര ഗദാധാരിയായിരിക്കുന്നവനും പരിപൂർണനും തൻ്റെ ഭക്തൻ്റെ സകലാഭിലാഷങ്ങളെയും പൂർത്തീകരിക്കുന്നവനും പുണ്യസ്വരൂപനും മംഗളമൂർത്തിയും ഭഗവാന്റെ മഹിമ കീർത്തിക്കുമ്പോൾ ഭക്തൻ്റെ മഹിമ വർദ്ധിപ്പിക്കുന്നവനും ത്രിവിധ താപങ്ങൾ ബാധിക്കാത്തവനുമായ മഹാവിഷ്ണുവിനായി നമസ്കാരം. ശ്ലോകം 74. മനോജവത്തീർത്ഥകരോ വസുരേതാ വസുപ്രദ വസുപ്രദോ വാസുദേവോ വസുർവസുമനാഹവി. മനോവേഗത്തെ അതിശയിപ്പിക്കുന്ന വേഗതയോടുകൂടിയവനും എല്ലാ മന്ത്രതന്ത്രവിദ്യകളുടെയും ആദിഗുരുവും കാരണജലത്തിലെ സുവർണ അണ്ഡമായി ഭവിച്ചവനും സ്ഥാവരജംഗമ സമ്പത്തുക്കളുടെ ദാതാവും സർവത്ര ഹൃദയനിവാസിയായി ആനന്ദിക്കുന്നവനും എല്ലാവർക്കും അഭയസ്ഥാനമായിരിക്കുന്നവനും എല്ലാവരിലും വിശ്വനായി വിരാജിക്കുന്ന ബ്രഹ്മാവുമായ മഹാവിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം. ശ്ലോകം 75. സദ്ഗതി സത്കൃതി സത്താ സദ്ഭൂതി സത്പരായണ ശൂരസേനോ യദുശ്രേഷ്ഠ സന്നിവാസസുയാമുന. സാധകർക്ക് പരമലക്ഷ്യമായ നാരായണ പദപ്രാപ്തിയെ നൽകുന്നവനും സദാ സൽക്കർമ്മനിരതനും ലോകക്ഷേമ തൽപരനും ഭേദഭാവമില്ലാത്തവനും സമൃദ്ധമായ ഐശ്വര്യവാനും ബ്രഹ്മജ്ഞാനികളിൽ ശ്രദ്ധാലുവും വീരപരാക്രമികളായ സൈന്യങ്ങളോടുകൂടിയവനും യദുകുലതിലകവും സത്തുക്കളിൽ സത്താമാത്രമായിരിക്കുന്നവനും യമുനാവാസികളായ ഭക്തവൃന്ദത്താൽ വലയിതനുമായ ഗോകുലനാഥൻ ശ്രീകൃഷ്ണനെ നമസ്കരിക്കുന്നു. ശ്ലോകം 76. ഭൂതാവാസോ വാസുദേവ സർവാസു നിലയോ നല ദർപ്പകാദർപ്പദോ ദൃപ്തോ ദുർധരോധാപരാജിത. സർവഭൂതനിവാസനും തൻ്റെ ആഭരണ വിക്ഷേപണ ശക്തി കൊണ്ട് ലോകം മുഴുവൻ വ്യാപിച്ചവനും സകല ചരാചരങ്ങളിലും ഊർജസ്രോതസ്സായിരിക്കുന്നവനും അളവറ്റ ശക്തിയും സമ്പത്തും ഉള്ളവനും ദുഷ്ടന്മാരുടെ ഗർവത്തെ നശിപ്പിക്കുന്നവനും ഭക്തന്മാരുടെ ത്രിഗുണാഹങ്കാരങ്ങളെ ഇല്ലാതാക്കുന്നവനും സച്ചിദാനന്ദത്തിൽ മുഴുകിയവനും ധ്യാനനിരതരായവർക്ക് ദർശനം ക്ലേശകരമാക്കുന്നവനും ആരാലും അജയ്യനുമായ മഹാവിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം. ശ്ലോകം 77. വിശ്വമൂർത്തിർമഹാമൂർത്തിർ ദീപ്തമൂർത്തിരമൂർത്തിമാൻ അനേകമൂർത്തിരവ്യക്ത ശതമൂർത്തി ശതാനന. സമസ്ത വിശ്വത്തെയും തൻ്റെ രൂപത്തിൽ ഉൾക്കൊള്ളുന്നവനും അതിദിവ്യവും അത്ഭുതകരവുമായ രൂപത്തോടു കൂടിയവനും ബോധസ്വരൂപമായ തേജസ്സോടു കൂടിയവനും അരൂപനും വിരാട് സ്വരൂപിയും അഗോചരനുമായ മഹാവിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം. ശ്ലോകം 78. ഏകോനൈകസവക്യം യത്തത്പദമനുത്തമം ലോകബന്ധുർലോകനാഥോ മാധവോ ഭക്തവത്സല. കേവലനും പരബ്രഹ്മസ്വരൂപനും സകല ജീവരാശികളിലും നാമരൂപാത്മക ജീവഭാവത്തിൽ വർത്തിക്കുന്നവനും യജ്ഞസ്വരൂപനും ചിന്തയ്ക്കും ബുദ്ധിക്കും അതീതനും സ്വയം നിലനിൽക്കുന്നവനും എല്ലാം ബ്രഹ്മമായതും ഭഗവത് പദത്തിനുപരി മറ്റൊന്നുമില്ലാത്തതും വിശ്വബന്ധുവും വിശ്വനാഥനും ഭക്തവത്സലനുമായ മാധവനായി നമസ്കാരം. ശ്ലോകം
79. സുവർണവർണോ ഹേമാങ്കോ വരാംഗചന്ദനാംഗദേ വീരകാവിഷമശൂന്യോ ഹൃതാശീരജലശ്ചല. സുവർണവർണ്ണത്തോടെ ഭക്തഹൃദയത്തിൽ പ്രകാശിക്കുന്നവനും ഹിരണ്യപുരുഷനായ സൂര്യനാരായണനും സുന്ദരാംഗനും ചന്ദനച്ചാർത്താൽ അംഗശോഭിതനും ധർമ്മസംസ്ഥാപകനും തുല്യതയില്ലാത്തവനും ഉപാധിരഹിതമായ ശുദ്ധ ബുദ്ധിസ്വരൂപനും പരിപൂർണനും പ്രകൃതിയോട് ചേർന്ന് പരമപുരുഷനുമായ മഹാവിഷ്ണുവിനായി നമസ്കാരം. ശ്ലോകം 80. അമാനീമാനദോ മാന്യോ ലോകസ്വാമി ത്രിലോകദൃക് സുമേധാമേധജോ ധന്യ സത്യമേധാധരാധര. മിഥ്യാഭിമാനമില്ലാത്തവനും യഥാവിധി ഭക്തനെ അംഗീകരിക്കുന്നവനും ഭക്തനെ ധന്യനും മാന്യനുമാക്കുന്നവനും ജീവിതാനുഭവങ്ങളെ നിശ്ചയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവനും ത്രിലോകങ്ങൾക്ക് ആധാരഭൂതനും ആത്മബോധം തരുന്നവനും യജ്ഞങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചവനും ധന്യനുമായ മഹാവിഷ്ണുവിനായി നമസ്കാരം. ശ്ലോകം 81. തേജോ വൃഷോദ്യുതിധര സർവശസ്ത്രഭൃദംവര പ്രഗ്രഹോ നിഗ്രഹോ വ്യഗ്രോ നൈകശൃംഗോ ഗദാഗ്രജ. തേജസ്സിനെ വർദ്ധിപ്പിക്കുന്നവനും തേജോമയ സ്വരൂപനും സുദർശന ചക്രധാരിയും മംഗളകരമായ ആത്മദർശനം ഭക്തന്മാർക്ക് നൽകുന്നവനും ദുഷ്ടന്മാർക്ക് സുദർശനം കൊണ്ട് ഭയത്തെ നൽകുന്നവനും ഭേദഭാവമില്ലാതെ ഭക്തന്മാരുടെ അർച്ചനയും പൂജയും സ്വീകരിക്കുന്നവനും സർവം ഏകം എന്ന അനുഭൂതിയെ നൽകുന്നവനും തൻ്റെ പാദസ്മരണ ചെയ്യുന്നവരെ രഥത്തിൽ കെട്ടിയ കുതിരയെന്ന പോലെ ഇന്ദ്രിയങ്ങളെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കുന്നവനും തൻ്റെ ഭക്തൻ്റെ അഹന്താമമതകളെ പൂർണ്ണമായും നശിപ്പിക്കുന്നവനും ഭക്താഭീഷ്ട വരപ്രദായകനും ജാഗ്രത് സ്വപ്നം സുഷുപ്തി തുരീയം എന്ന 4 കൊമ്പുള്ളവനും സമൂല സൂക്ഷ്മകാരണ ശരീരമെന്ന അവസ്ഥാരൂപമുള്ളവനും മന്ത്രങ്ങളിൽ പ്രകടമാക്കുന്നവനുമായ വിഷ്ണുവിനായി പ്രണാമം. ശ്ലോകം 82. ചതുർമൂർത്തി ചതുർബാഹു ചതുർവ്യൂഹ ചതുർഗതി ചതുരാത്മാ ചതുർഭാവ ചതുർവേദവിദേകപാദ്. വ്യഷ്ടിയിൽ ഭഗവാൻ വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, തുരീയൻ എന്നും സമഷ്ടിയിൽ വിരാട്, ഹിരണ്യഗർഭൻ, ഈശ്വരൻ, പരമാത്മസ്വരൂപൻ എന്ന രീതിയിലും 4 യുഗത്തിലും വ്യത്യസ്ത രൂപഗുണത്തിലും ഭഗവാൻ പ്രത്യക്ഷമാകുന്നു. ഭഗവാന്റെ 4 തൃക്കൈകളാണ് അന്ധക്കരണവും അതിൻ്റെ പ്രവർത്തനവും, അഥവാ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. സകല മനുഷ്യവ്യാപാരങ്ങളുടെയും കേന്ദ്രശക്തിയായി വർത്തിച്ച് മായയിലൂടെ ആകർഷിച്ച് കർമ്മപദ്ധതിയിലൂടെ നയിച്ച് അനുഗ്രഹിക്കുന്നവനും നാരായണപ്രാപ്തിക്ക് അനുകൂലമായ സ്വധർമ്മം വർണ്ണാശ്രമധർമ്മങ്ങളിലൂടെ ആചരിക്കാൻ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നവനും കുശലമായ ആത്മസ്വരൂപത്തോടു കൂടിയവനും പുരുഷാർത്ഥത്തെ സാധിച്ചു തരുന്നവനും വേദത്തെ രചിച്ചവനും 4 വേദങ്ങളെ അറിയുന്നവനും സകലത്തിനും ആധാരഭൂതനുമായ വിഷ്ണുവിനായി നമസ്കാരം. പുരുഷാർത്ഥങ്ങൾ: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ശ്ലോകം 83. സമാവർത്തോ നിവൃത്താത്മാ ദുർജയോ ദുരതിക്രമ ദുർലഭോ ദുർഗമോ ദുർഗോ ദുരാവാസോ ദുരാരിക. സംസാരചക്രത്തെ സമർത്ഥമായി കറക്കുന്നവനും വിഷയാനുഭവങ്ങളിൽ നിന്ന് നിവൃത്തമായ മനസ്സോടുകൂടിയവനും ആരാലും ജയിക്കാൻ കഴിയാത്തവനും പ്രപഞ്ച നിയമങ്ങളെയും ഈശ്വരനിശ്ചയത്തെയും മറികടക്കാൻ അനുവദിക്കാത്തവനും
അനേക ജന്മങ്ങളെടുത്താൽ പോലും നാരായണ പദവി ലഭിക്കുക ക്ലേശകരമാക്കിയിരിക്കുന്നവനും, ബാലകന് ഈശ്വരമാർഗം തെളിയിച്ചു കൊടുക്കുന്നവനും, അകത്തുകടക്കാൻ പറ്റാത്ത കോട്ടയോടുകൂടിയവനും, ഭക്തിനിർഭരമായ ഭഗവത് പ്രാർത്ഥന കൊണ്ട് അന്ധക്കരണശുദ്ധി സാധിച്ചു കൊടുത്തവനുമായ വിഷ്ണുവിനായി നമസ്കാരം. ശ്ലോകം 84. ശുഭാംഗോ ലോകസാരംഗ സുദന്തുസ്തന്തുവർദ്ധന ഇന്ദ്രകർമാ മഹാകർമ്മ കൃതകർമാ കൃതാഗമ. സുഗുണോപാസകരാൽ ഭഗവാന്റെ അതിമംഗളത്തെ, അംഗലാവണ്യത്തെ സ്മരിച്ചുകൊണ്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്യപ്പെടുന്നവനും, ശുദ്ധ ബോധസ്വരൂപനും പരമാത്മസ്വരൂപനും, ഈ അത്ഭുത പ്രപഞ്ചത്തിൽ ഊടും പാവുമായി വർത്തിക്കുന്നവനും, കുടുംബതന്തുവെ തുടർച്ചയായി നിലനിർത്തിക്കൊണ്ടു പോകുന്നവനും, മംഗളകർമ്മത്തെ ചെയ്യുന്നവനും, കർമ്മസിദ്ധിയുള്ളവനും, എല്ലാ കർമ്മങ്ങളെയും പൂർണ്ണമായി നിറവേറ്റിക്കഴിഞ്ഞവനും, വേദനിർമ്മാതാവും വേദത്തെ അറിയുന്നവനുമായ വിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം. ഉദ്ഭവ സുന്ദര സുന്ദോ രത്നനാഭസുലോചന അർക്കോ വാജസന ശൃംഗി ജയന്ത സർവവിജയേ. എല്ലാത്തിനും പരമമായ ഉത്ഭവസ്ഥാനമായവനും അതുല്യ സൗന്ദര്യ പ്രഭാവനും സർവപാപങ്ങളും ക്ഷമിച്ച് തന്നിലേക്ക് അടുപ്പിക്കുന്നവനും സുവർണ നാഭീപത്മത്തോടു കൂടിയവനും പരമദയാലുവും ആത്മജ്ഞാനപ്രകാശിതമായ മനോഹര നയനങ്ങളോടുകൂടിയവനും ബോധസ്വരൂപനുമായ സൂര്യനാരായണനും എല്ലാവരുടെയും പോഷകനും അന്നദാതാവും ഒറ്റക്കൊമ്പുള്ള മഹാമത്സ്യമായും തേറ്റകൊണ്ട് ഭൂമിയെ ഉദ്ധരിച്ചുറപ്പിച്ച വരാഹമൂർത്തിയായും സർവവിജയിയായും സമസ്തജ്ഞാനിയാകുമ്പോൾ അവരെ മൗനിയാക്കുന്നവനുമായ വിഷ്ണുവിന് നമസ്കാരം. ശ്ലോകം 86. സുവർണബിന്ദുരക്ഷോഭ്യ സർവവാഗീശ്വരേശ്വര മഹാക്രതോ മഹാഗർത്തോ മഹാഭൂതോ മഹാനിധി. ഓംകാരസ്വരൂപനും സമചിത്തനും വാഗതീശ്വരനും പരമശാന്തി നൽകുന്നവനും മഹാരഥനും പ്രപഞ്ചങ്ങളുടെ ഉത്ഭവസ്ഥാനവും പ്രപഞ്ചലീലകളുടെ ആധാരഭൂതനുമായ വിഷ്ണുവിനായി നമസ്കാരം. ശ്ലോകം 87. കുമുദ കുന്ദര കുന്ദ പർജന്യ പാവനോനില അമൃതാശോ അമൃതവപു സർവജ്ഞ സർവതോമുഖ. ശക്തിയാൽ പ്രപഞ്ച സൃഷ്ടി നടത്തി ലീലയാടുന്ന ആനന്ദസ്വരൂപനും ഹിരണ്യാക്ഷനെ വധിക്കുവാനും ഭൂമിയെ ഉദ്ധരിക്കുവാനുമായി അവതരിച്ച ആദിവരാഹമൂർത്തിയും പരശുരാമനായി പാപപരിഹാരം ഭൂദാനം എന്ന് ലോകത്തിനെ കാണിച്ചു കൊടുത്തവനും കാർമേഘം കാണുമ്പോൾ ഭൂമി സസ്യശ്യാമളമാകുമല്ലോ എന്ന കർഷകരുടെ പ്രത്യാശ പോലെ കാർവർണ്ണനായ ഭഗവാന്റെ സ്മരണയിൽ ഭക്തന്മാരെ ആനന്ദിപ്പിക്കുന്നവനും എല്ലാത്തിനെയും പരിശുദ്ധമാക്കുന്നവനും അന്തരീക്ഷത്തിലെ വായുമണ്ഡലത്തിലെ പ്രാണവായുവിലൂടെ പ്രാണദാതാവും അമരത്വത്തെ പ്രദാനം ചെയ്യുന്നവനും ദേശകാലാതീതനും സർവജ്ഞനായി നിത്യം വർത്തിക്കുന്നവനും സർവവ്യാപകമായ വീക്ഷണ ഉള്ളവനുമായ വിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം. ശ്ലോകം 88. സുലഭ സുവ്രത സിദ്ധ ശത്രുജിത് ശത്രുതാപന ന്യഗ്രധോദംബരോശ്വത്ഥ ചാണൂരാന്ധ്രനിഷൂദന. യഥാർത്ഥ ഭക്തന് എളുപ്പത്തിൽ പ്രാപിക്കുവാൻ കഴിയുന്നവനും അതിമംഗളരൂപത്തെ ധരിച്ചവനും സദാപരിപൂർണനും അന്തര്യാമിയായി ഭക്തന്റെ മനസ്സിലെ ഏഷണകളാകുന്ന ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്നവനും എല്ലാത്തിനും ഉപരിയായി വർത്തിച്ച് നിയന്ത്രിക്കുന്നവനും എല്ലാ ജീവജാലങ്ങളെയും പോഷിപ്പിക്കുന്നവനും വൃക്ഷങ്ങളിൽ അശ്വത്ഥാമാവായവനും അഥവാ ആൽമരം കംസനിഗ്രഹത്തിന് മുമ്പ് ചാണൂരൻ എന്ന മല്ലനെ വധിച്ചവനുമായ
വിഷ്ണുവിനായി നമസ്കാരം. ശ്ലോകം 89. സഹസ്രാർച്ചി സപ്തജിഹ്വ സപ്തൈധാ സപ്തവാഹന അമൂർത്തിരനഘോ അചിന്യോ ഭയകൃത് ഭയനാശന. തൻ്റെ ഉജ്ജ്വല പ്രകാശത്താൽ അനേകായിരം രശ്മികളോടുകൂടിയ വിരാട് പുരുഷനും അഗ്നിയുടെ സപ്തമുഖങ്ങളോട് കൂടിയവനും സപ്തവർണാഭമായ അസാധാരണ പ്രകാശത്തോടു കൂടിയവനും 7 ആഴ്ചകളുടെ പ്രതീകമായ സൂര്യരഥം വാഹനമായുള്ളവനും ആകാശത്തെപ്പോലെ മൂർത്തിമാനായവനും ശാശ്വത ആനന്ദരൂപനും ദൃശ്യപ്രപഞ്ചസ്വരൂപിയും അദൃശ്യനും ചിന്താതീതനും ദുഷ്ടന്മാർക്ക് ഭീകരനും ഭക്തന്മാർക്ക് അഭീഷ്ടവരദായകനുമായ മഹാവിഷ്ണുവിന് നമസ്കാരം. ശ്ലോകം 90. അണുർബൃഹത് കൃശസ്ഥൂലോ ഗുണഭൃത് നിർഗുണോ മഹാൻ അധൃതസ്വധൃതസ്വാസ്യ പ്രാഗ്വംശോ വംശവർദ്ധന. സൂക്ഷ്മതമമായ ജീവചൈതന്യമായി വ്യഷ്ടിയിലും സമഷ്ടിയിലും വ്യാപരിച്ചിരിക്കുന്നവനും അദ്വൈതനും അചിന്ത്യനും വിരാട് പുരുഷനും ബോധചൈതന്യസ്വരൂപനും എല്ലാത്തിനും സാരഭൂതനും ഏകാവലംബിയും തൻ്റെ മഹിമയിൽ തന്നെ പ്രതിഷ്ഠിക്കപ്പെട്ടവനും വേദസ്വരൂപനും ആദികാരണ വംശാനുവർത്തിയും വംശത്തെ നിലനിർത്തുന്നവനുമായ മഹാവിഷ്ണുവിനെ നമസ്കരിക്കുന്നു. ശ്ലോകം 91. ഭാരഭൃത് കഥിതോ യോഗി യോഗീശ സർവകാമദ ആശ്രമശ്രമണക്ഷാമ സുപർണോ വായുവാഹന. ജഗത്തിൻ്റെ ഉപാദാന കാരണനും വേദങ്ങളിലും മറ്റ് അധ്യാത്മഗ്രന്ഥങ്ങളിലും പ്രകീർത്തിക്കപ്പെട്ടവനും യോഗീശ്വരനും ഭക്തൻ്റെ സർവകാമങ്ങളെയും ഇല്ലാതാക്കുന്നവനും വിഷയാസക്തന്മാരെ പീഡിപ്പിക്കുന്നവനും പ്രളയസമയത്ത് സകലത്തെയും നശിപ്പിക്കുന്നവനും വേദമാകുന്ന അശ്വത്ഥവൃക്ഷത്തിലെ സുവർണ ഇലകളായിരിക്കുന്നവനും വായുവിനെ ചലിപ്പിക്കുന്നവനും വായുവാഹനനുമായ വിഷ്ണുവിനായി നമസ്കാരം. ശ്ലോകം 92. ധനുർധരോ ധനുർവേദോ ദണ്ഡോദമയിദാദമ അപരാജിത സർവസകോ നിയന്ത്രാനിയമോ യമ. കോദണ്ഡമെന്ന മഹാധനുസ് ധരിച്ചവനും ആത്മസാക്ഷാത്കാരത്തിനൊരിക്കലും പിഴയ്ക്കാത്ത പ്രാണോപാസനയെ പ്രഖ്യാപിച്ചവനും രക്ഷകനായും ശിക്ഷകനായും ചെങ്കോൽ ധരിച്ച രാജാധിരാജനും ധർമാധർമ്മങ്ങളെ നിയന്ത്രിച്ച് ജീവിതമൂല്യങ്ങളെ നിലനിർത്തുന്നവനും ആത്മാനുഭൂതിയെ പ്രദാനം ചെയ്യുന്നവനും ആരാലും തോൽപ്പിക്കാൻ കഴിയാത്തവനും എല്ലാ മൺപാത്രങ്ങളെയും മണ്ണു വഹിക്കുന്നതുപോലെ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും ഉപദാന കാരണമായ ഭഗവാനും പ്രകൃതി നിയമങ്ങളെ നടത്തുന്നവനുമായ മഹാവിഷ്ണുവിനായി നമസ്കാരം. ശ്ലോകം 93. സത്വവാൻ സാത്വിക സത്യ സത്യധർമ്മപരായണ അഭിപ്രായ പ്രിയാർഹോർഹ പ്രിയകൃത് പ്രീതിവർദ്ധന. പലവിധ പരാക്രമങ്ങളോടും ധൈര്യത്തോടും കൂടിയവനും മഹാസാഹസികനും സദ്ഗുണസമ്പൂർണനും ത്രികാലങ്ങളിലും കൃത്യമായി നിലനിൽക്കുന്നവനും ദ്വൈതപ്രപഞ്ചത്തെ മുഴുവൻ തന്നിൽ ലയിപ്പിക്കുന്നവനും സകലർക്കും പ്രിയങ്കരനും ഭക്തന്മാരുടെ പൂർണ്ണ സമർപ്പണവും ബഹുമാനവും അർഹിക്കുന്നവനും ഭക്തൻ്റെ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ സദാസന്നദ്ധനും ഭഗവാനോടുള്ള പ്രീതി വർദ്ധിപ്പിക്കുന്നവനുമായ വിഷ്ണുവിനായി നമസ്കാരം. ശ്ലോകം 94. വിഹായ സഗതിർജ്യോതി സുരുചിർ ഹുതഭുഗ്വിഭു രവിർവിരോചന സൂര്യ സവിതാരവിലോചന. സാക്ഷാൽ സൂര്യനാരായണനായ ഭഗവാനും സ്വയം ജ്യോതിസ്വരൂപനായി മറ്റുള്ളവർക്ക് ജ്യോതിസിനെ പ്രകാശിപ്പിക്കുന്നവനും അനിഷേധ്യമായ ശ്രുതിക്ക് കാരണമായവനും ഇഷ്ടദേവതാരൂപത്തിൽ സകല യജ്ഞങ്ങളിലും ഹവിസ് സ്വീകരിക്കുന്നവനും സൗരയൂഥത്തിലെ കേന്ദ്രബിന്ദുവായി വർത്തിക്കുന്നവനും
സകല ചരാചരങ്ങളുടെയും ഉത്ഭവത്തിന് കാരണഭൂതനും സൂര്യചന്ദ്രന്മാർ കണ്ണുകളായിട്ടുള്ളവനുമായ വിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം. ശ്ലോകം 95. അനന്തോ ഹുതഭുഗ്ഭോക്ത സുഖദോ നൈകജോഗ്രജ അനിർവിണ്ണ സദാമർഷി ലോകാധിഷ്ഠാനമദ്ഭുത. അമരനും അചരനുമായവനും സകല യജ്ഞങ്ങളിലെയും ഹോമദ്രവ്യം ഇഷ്ടദേവതയായി സ്വീകരിക്കുന്നവനും രക്ഷകനും ശിക്ഷകനും ശാശ്വതാനന്ദത്തെ പ്രദാനം ചെയ്യുന്നവനും അവതാരപുരുഷനായി ഭക്തന്മാർക്കു വേണ്ടി ലീലയാടുന്നവനും ആദികാരണരൂപനും പരിപൂർണനും ഭക്തന്മാർക്ക് കൃപാസമുദ്രമായവനും വിശ്വപ്രപഞ്ചത്തിന് അധിഷ്ഠാനമായവനും പരമാശ്ചര്യവാനുമായ മഹാവിഷ്ണുവിനെ നമസ്കാരം. ശ്ലോകം 96. സനാതനതമ കപില കപിരവ്യയ സ്വസ്തിദ സ്വസ്തികൃത് സ്വസ്തി സ്വസ്തിഭുക് സ്വസ്തി ദക്ഷിണ. ആദ്യന്തരഹിതനും കാലദേശാതീതനും ബോധസ്വരൂപനും ചൈതന്യവാനുമായി എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നവനും മഹാതത്വമായവനും സാഖ്യശാസ്ത്ര പുനരുദ്ധാരകനും സൂര്യതാപത്തിലൂടെ ജലാംശത്തെ സ്വാംശീകരിക്കുന്നവനും ഭക്തന്മാർക്ക് മംഗളത്തെ കൊടുക്കുന്നവനും നാരായണ വിസ്മൃതിയിൽ ദുഃഖാനുഭവങ്ങൾ ഉണ്ടാക്കുന്നവനും സകല മംഗളങ്ങൾക്കും അടിസ്ഥാനമായവനും ഭക്തനിൽ മംഗളാനുഗ്രഹ വർഷം ചൊരിയുന്നവനുമായ മഹാവിഷ്ണുവിനെ നമസ്കരിക്കുന്നു. ശ്ലോകം 97. അരൗദ്രകുണ്ടലീ ചക്രീ വിക്രമൂർജിത ശാസന ശബ്ദാദിക ശബ്ദസഖ ശിശിരശർവരീകര. യാതൊരു ഘോരവും കഠിനവുമായ ദോഷവികാരങ്ങളില്ലാത്തവനും അതിപ്രസിദ്ധമായ മകരകുണ്ടലധാരിയും കുണ്ടലിനീ ശക്തിയെ ഉണർത്തുന്നവനും വഴികാട്ടിയായി സുദർശനം കൊണ്ട് ഭക്തനെ നയിക്കുന്നവനും ഗരുഡവാഹനനും ശാസനാപൂർവം സകലത്തിനെയും നിയന്ത്രിക്കുന്നവനും അതീതനും അവർണ്ണനീയനും സമശീതളമായ ലതാനികുഞ്ചമായി ദുഃഖശമനം വരുത്തുന്നവനും ലൗകിക സുഖദുഃഖങ്ങളെ രാത്രിയിൽ നിദ്രയാൽ സമാശ്വസിപ്പിച്ച് ഉണർവ് നൽകുന്നവനും ആത്മജ്ഞാനത്തിലേക്ക് നയിക്കുന്നവനുമായ മഹാവിഷ്ണുവിനായി നമസ്കാരം. ശ്ലോകം 98. അക്രൂരപ്പേശലോ ദക്ഷോ ദക്ഷിണക്ഷമിണംവര വിദ്വത്തമോ വീതഭയ പുണ്യശ്രവണ കീർത്തന. ഒരിക്കലും ക്രൂരനല്ലാത്തവനും വിശേഷ വൈഭവമുള്ളവനാക്കി അക്രൂരനെപ്പോലെ തൻ്റെ ഭക്തനെ സിദ്ധനാക്കുന്നവനും ആർത്തത്രാണപരായണനും ആർദ്രചിത്തനും സകല കാര്യത്തിലും ബദ്ധശ്രദ്ധനും സമർത്ഥനും ഉദാരമതിയും നിർഭയനും ഭക്തപരായണനുമായ മഹാവിഷ്ണുവിനായി നമസ്കാരം. ശ്ലോകം 99. ഉത്താരണോ ദുഷ്കൃതിഹ പുണ്യോ ദുസ്വപ്നനാശന വീരകാരക്ഷണ സന്തോ ജീവനപര്യവസ്ഥിത. വിഷമിപ്പിക്കുന്ന ലൗകികാനുഭവങ്ങളിൽ നിന്നും ഉദ്ധരിക്കുന്നവനും ഈശ്വരസ്മരണ കൊണ്ട് ദുഷ്പ്രവൃത്തി ചെയ്യാനുള്ള തോന്നലുകളെ നശിപ്പിക്കുന്നവനും ശുദ്ധി നൽകുന്നവനും ഉപബോധ മനസ്സിൽ പ്രകടമാകുന്ന ദുസ്വപ്നങ്ങളെ നശിപ്പിക്കുന്നവനും ഈശ്വരചിന്തയിലേക്ക് നയിക്കുന്നവനും ഭക്തൻ്റെ ജനിമൃതി പാപം ഇല്ലാതാക്കി രക്ഷിക്കുന്നവനും സജ്ജനങ്ങൾക്ക് സത്സംഗമത്തിന് ഒത്തുചേർന്ന് നിൽക്കുന്നവനും ആത്മചൈതന്യബോധമായി പ്രകാശിക്കുന്നവനുമായ മഹാവിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം. അനന്തരൂപോ അനന്തശ്രീ ജിതമന്യുർഭയാപക ചതുരശ്രോ ഗഭീരാത്മ വിദിശോ വ്യാദിശോ ദിശ. അന്തമില്ലാത്ത രൂപവും മഹിമയും ശാന്തസ്വരൂപനും നാരായണനാമത്താൽ സകല ലൗകിക ഭയത്തെയും ഇല്ലാതാക്കുന്നവനും ഭേദഭാവമില്ലാതെ അവരവരുടെ കർമ്മഫലത്തെ വിട്ടുവീഴ്ചയില്ലാതെ കൊടുക്കുന്നവനും
അഗാധവും ഗംഭീരവും മറ്റുള്ളവർക്ക് അറിയാൻ പ്രയാസവുമായ മാഹാത്മ്യത്തോടു കൂടിയവനും ഉദാരമതിയായി ഭക്തന് വരദാനം ചെയ്യുന്നവനും ആജ്ഞാശക്തിയുള്ളവനും വേദസ്വരൂപനായി നിന്ന് ആത്മജ്ഞാനം നൽകുന്നവനുമായ വിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം. ശ്ലോകം 101. അനാദിർഭുർഭുവോ ലക്ഷ്മി സുവീരോ രുചിരാംഗദ ജനനോ ജനജന്മാതിർ ഭീമോ ഭീമപരാക്രമ. ആദിയില്ലാത്തവനും ത്രിലോകങ്ങൾക്കും ഭൂർ ഭുവ സ്വ ആധാരഭൂതനും സകല ഐശ്വര്യദാതാവും പ്രഭാവശാലിയും വീര്യവാനും അംഗരക്ഷാകരമായ ശോഭയേറിയ ആടയാഭരണങ്ങളോട് കൂടിയവനും ജഗത്പിതാവും ജനന കാരണഭൂതനും പാപികൾക്ക് ഭയാനകനും ശത്രുക്കൾക്ക് നേരിടാൻ ഭയപ്പെടുന്ന പരാക്രമത്തോടു കൂടിയവനുമായ വിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം. ശ്ലോകം 102. ആധാരനിലയോധാത പുഷ്പഹാസപ്രജാഗര ഊർധ്വഗ സത്പഥാചാര പ്രാണദ പ്രണവപ്പണ. എല്ലാത്തിൻ്റെയും നിലനിൽപ്പിന് ആധാരഭൂതനും നിയന്താവും പുഷ്പത്തെപ്പോലെ വിരിഞ്ഞ് പരിലസിക്കുന്നവനും സദാ ജാഗരൂകനും എല്ലാത്തിലും ഉപരിയായി ശോഭിക്കുന്നവനും എല്ലാവർക്കും മാർഗദർശിയായി സത്യത്തിലൂടെ മാത്രം ചരിക്കുന്നവനും സകലർക്കും പ്രാണശക്തിയെ പ്രദാനം ചെയ്യുന്നവനും ഓംകാരസ്വരൂപനും എല്ലാ വ്യവഹാരങ്ങളുടെയും നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നവനുമായ വിഷ്ണുവിനായി നമസ്കാരം. ശ്ലോകം 103. പ്രമാണം പ്രാണനിലയ പ്രാണഭൃത് പ്രാണജീവന തത്വം തത്വവിദേകാത്മ ജന്മമൃത്യുജരാദിക. പരമാർത്ഥ സത്യത്തിനുള്ള പ്രമാണമാണ് വേദം. വേദസ്വരൂപനും സമസ്ത പ്രാണികളുടെയും ആസ്ഥാനമായവനും എല്ലാ പ്രാണങ്ങളെയും നിയന്ത്രിക്കുന്നവനും പ്രാണവായുവിനെ കൊടുക്കുന്നവനും നമ്മുടെ അധ്യാത്മസാധനയിൽ സാക്ഷാത്കരിക്കുന്ന പരമാത്മ സ്വരൂപനും പൂർണ്ണമായും പരമാർത്ഥ സത്യത്തെ സാക്ഷാത്കരിച്ചവനും സകല ജീവാത്മാക്കളായി ജഗത്തിൽ ശോഭിക്കുന്നവനും ജനന മരണാദ്യന്തമായ യാതൊരു മാറ്റത്തിനും വിധേയമാകാത്തവനുമായ മഹാവിഷ്ണുവിന് നമസ്കാരം. ശ്ലോകം 104. ഭൂർഭുവസ്വസ്തരുസ്താര സവിതാ പ്രപിതാമക യജ്ഞോ യജ്ഞപതിർയജ്വ യജ്ഞാംഗോ യജ്ഞവാഹന. ജീവിത മഹാവൃക്ഷത്തിൻ്റെ രാസാമൃതമായി പ്രാർത്ഥിക്കുന്നവനും സംസാരസാഗരം തരണം ചെയ്യാൻ സഹായിക്കുന്നവനും ജഗത് പിതാവും ജഗത് സ്രഷ്ടാവുമായ ബ്രഹ്മദേവൻ്റെയും പിതാവായ നിസ്വാർത്ഥമായി ചെയ്യുന്ന സകല കർമ്മങ്ങളെയും യജ്ഞമായി സ്വീകരിക്കുന്ന യജമാനനും ഭോക്താവും യജ്ഞകർത്താവും യജ്ഞം നിഷ്കർഷമായി നടത്തിപ്പോരുന്നവനും വേദവും ജപവും എല്ലാമായ വിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം. ശ്ലോകം 105. യജ്ഞഭൃത് യജ്ഞകൃത് യജ്ഞി യജ്ഞഭുക് യജ്ഞസാധന യജ്ഞാന്തകൃത് യജ്ഞഗുഹ്യം അന്നമന്നാദയേവ ച. സകല സ്ഥാനവും ചുമതലയേറ്റ് വിജയപൂർവം യജ്ഞ പരിസമാപ്തി വരുത്തുന്നവനും ഭക്തന് യജ്ഞത്തിലൂടെ ജ്ഞാനയജ്ഞം മനസ്സിലാക്കി കൊടുക്കുന്നവനും താൻ തന്നെ അന്നമായി തീർന്നവനും അന്നദാതാവും ഭോക്താവുമായിരിക്കുന്ന മഹാവിഷ്ണുവിനെ നമസ്കരിക്കുന്നു. ശ്ലോകം 106. ആത്മയോനി സ്വയം ജാതോ വൈഖാനസാമഗായന ദേവകീനന്ദന സ്രഷ്ട ക്ഷിതീശ പാപനാശന. താൻ തന്നെ ആത്മയോനിയായവനും അഥവാ ജനനകാരണനും 3 കരണങ്ങൾ ഉപദാനം നിമിത്തം സാമഗ്രി ആയവനും വരാഹമായി തേറ്റകൊണ്ട് തിരഞ്ഞ് ഹിരണ്യാക്ഷൻ എന്ന ദുഷ്ടശക്തിയായ അസുരനെ വധിച്ചവനും സാമവേദഗാനപ്രിയനും ദേവകീപരമാനന്ദമായ ശ്രീകൃഷ്ണ പരമാത്മാവും ഭൂമിനാഥനും സൃഷ്ടിക്കാരണനും ധ്യാനിക്കുന്നവരുടെ പാപത്തെ നശിപ്പിക്കുന്നവനുമായ മഹാവിഷ്ണുവിനെ നമസ്കാരം.
ശ്ലോകം 107. ശംഖബൃന്ദന്തകീ ചക്രീ ശാർംഗധന്വാഗദാധര രഥാംഗപാണിരക്ഷോഭ്യ സർവപ്രകരണായുധ. പാഞ്ചജന്യം എന്ന ശംഖും നന്ദകി എന്ന വാളും സുദർശനമെന്ന ചക്രവും കൗമോദകി എന്ന ഗദയും ശാർംഗം എന്ന വില്ലും കയ്യിലേന്തിയവനും കാലചക്രമാകുന്ന രഥത്തിൻ്റെ ചക്രം അഥവാ സുദർശനം ആയുധമാക്കിയവനും ഒരിക്കലും ക്ഷോഭിക്കാത്തവനും എല്ലാ അക്രമങ്ങളെയും നേരിട്ട് അമർച്ച ചെയ്യുന്നവനുമായ മഹാവിഷ്ണുവിനെ നമസ്കരിക്കുന്നു. സർവപ്രഹരണായുധ ഓം നമ ഇതി. വിഷ്ണു സഹസ്രനാമം സമാപ്തം. പ്രാർത്ഥന. വനമാലീ ഗദീ ശാംഗീ ശംഖീ ചക്രീ ച നന്ദകീ ശ്രീമന്നാരായണോ വിഷ്ണുർ വാസുദേവോഭിരക്ഷതു. വനമാല അണിഞ്ഞവനും ഗദ, ശാർംഗം, ശംഖം, ചക്രം, നന്ദകം എന്നിവ ധരിച്ചവനും സർവവ്യാപിയും വാസുദേവനുമായ ശ്രീമന്നാരായണൻ നമ്മളെ രക്ഷിക്കട്ടെ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇനി ഫലശ്രുതിയിലെ അവസാന ശ്ലോകങ്ങൾ നോക്കാം. ശ്രീ ഈശ്വര ഉവാച ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനേ. ശ്രീ പരമേശ്വരൻ അരുളി ചെയ്തു, അല്ലയോ മനസ്സിനെ രമിപ്പിക്കുന്നവളും സുന്ദരമായ മുഖത്തോടുകൂടിയവളുമായ പാർവതി, ഞാൻ എല്ലായ്പ്പോഴും ശ്രീരാമ രാമ രാമ എന്നിങ്ങനെ ജപിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രനിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ രാമനാമം സഹസ്രനാമത്തിന് തുല്യമായതാണ്. ശ്രീ ബ്രഹ്മോവാച നമോസ്ത്വനന്തായ സഹസ്രമൂർത്തയേ സഹസ്രപാദാക്ഷി ശിരോരുഭാഗവേ സഹസ്രനാംനേ പുരുഷായ ശാശ്വതേ സഹസ്രകോടിയുഗധാരിണേ നമഃ. ശ്രീ ബ്രഹ്മാവ് അരുളി ചെയ്തു, അന്തമില്ലാത്തവനും എണ്ണമറ്റ രൂപങ്ങളുള്ളവനും 1000 പാദങ്ങളും നേത്രങ്ങളും ശിരസുകളും ബാഹുക്കളും ഉള്ളവനും സഹസ്രം തിരുനാമങ്ങളുള്ളവനും നിത്യനും 1000 കോടി യുഗങ്ങളെ ധരിക്കുന്നവനുമായ പുരുഷോത്തമന് നമസ്കാരം. ശ്രീ സഞ്ജയ ഉവാച യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീവിജയോ ഭൂതിർ ധ്രുവാനീതിർമതിർമമ. യോഗേശ്വരനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനും ധനുസ് കയ്യിലേന്തിയ അർജുനനും യാതൊരു പക്ഷത്താണോ അവിടെ ശ്രീയും വിജയവും സർവ ഐശ്വര്യങ്ങളും അചഞ്ചലമായ നീതിയും സ്ഥിതി ചെയ്യുന്നു എന്നാണ് എൻ്റെ നിശ്ചയം. ശ്രീമദ് ഭഗവത്ഗീതയിലെ അവസാന ശ്ലോകമാണിത്. അധ്യായം 18 ശ്ലോകം 78. സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞതാണിത്. ശ്രീ ഭഗവാനുവാച അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ശ്രീമദ് ഭഗവത്ഗീതയിലെ തന്നെ യഥാക്രമം 9-ാം അധ്യായം 22-ാം ശ്ലോകവും 4-ാം അധ്യായം 8-ാം ശ്ലോകവുമാണ് ഈ 2 ശ്ലോകങ്ങൾ. അർത്ഥം നോക്കാം. ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: യാതൊരു ജനങ്ങൾ അന്യചിന്ത കൂടാതെ എന്നെ ധ്യാനിച്ച്
എന്നെ തന്നെ ഉപാസിക്കുന്നുവോ, സദാ മനസ്സ് എന്നിൽ ഉറപ്പിച്ചവരായ അവരുടെ യോഗക്ഷേമങ്ങളെ ഞാൻ വഹിക്കുന്നു. അടുത്ത ശ്ലോകത്തിൻ്റെ അർത്ഥം: സജ്ജനങ്ങളുടെ പരിപാലനത്തിനും ദുർജനങ്ങളുടെ നാശത്തിനും ധർമ്മത്തിൻ്റെ പരിപാലനത്തിനും വേണ്ടി യുഗങ്ങൾ തോറും ഞാൻ അവതരിച്ചുകൊണ്ടിരിക്കുന്നു. ആർത്താവിഷണ്ണാശിഥിലാശ്ച ഭീതാ ഘോരേഷു ജവ്യാദിഷു വർത്തമാനാ സങ്കീർത്തിയ നാരായണ ശബ്ദമാത്രം വിമുക്തദുഃഖാ സുഖിനോ ഭവന്തു. ദുഃഖിതരും ഹതാശരും തളർന്നവരും ഭയപ്പെട്ടവരും ഘോരമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരുമായ ജനങ്ങൾ ശ്രീനാരായണ മന്ത്രം സങ്കീർത്തനം ചെയ്യുക മാത്രം കൊണ്ട് ദുഃഖം വേർപെട്ടവരായി സുഖികളായി ഭവിക്കട്ടെ. ഇതി ശ്രീ മഹാഭാരതേ ആനുശാസനികേ പർവണി ദാനധർമ്മ ഭീഷ്മയുധിഷ്ഠിര സംവാദേ ശ്രീവിഷ്ണോർദിവ്യ സഹസ്രനാമസ്തോത്രം സമ്പൂർണം. സമർപ്പണം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ബുദ്ധി കൊണ്ടോ ആത്മാവ് കൊണ്ടോ പ്രകൃതി സ്വഭാവം കൊണ്ടോ യാതൊന്ന് ഞാൻ ചെയ്യുന്നുവോ അതെല്ലാം ശ്രീനാരായണനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. അവലംബം ആചാര്യ രുക്മിണി അന്തർജനത്തിൻ്റെ 108 നമസ്കാരം.